നമസ്കാരം, സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്ന പ്രസ്താവനകൾ വായിക്കാൻ വേണ്ടി മാത്രം ഇടുക്കിക്ക് ഒരു MLA ആവശ്യമില്ല എന്ന് കേരള കർഷക സംഘം. രാമക്കൽമേട് ആമപ്പാറയിൽ 16 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ വൈദ്യുത പദ്ധതി പൂർണ്ണമായും പ്രവർത്തനരഹിതമായി മാറിയതായി പരാതി. ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്കയുയർത്തുന്നു. അടിമാലി കാംകോ കോയിക്കക്കുടി റോഡിലെ മെറ്റൽ കൂന സുഗമമായ ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും വിലങ്ങുതടിയായി മാറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്ന പ്രസ്താവനകൾ വായിക്കാൻ വേണ്ടി മാത്രം ഇടുക്കിക്ക് ഒരു MLA ആവശ്യമില്ല എന്ന് കേരള കർഷക സംഘം. കർഷകർക്കെതിരെയുള്ള ഇടുക്കി MLA റോയ് കെ പൗലോസിന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണമെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. റോയ് കെ പൗലോസിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഞ്ഞിക്കുഴിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്ന പ്രസ്താവനകൾ വായിച്ചു കേൾപ്പിക്കാൻ ഇടുക്കിക്ക് ഒരു MLA ആവശ്യമില്ലെന്ന് റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഞ്ഞിക്കുഴിയിൽ വനം വകുപ്പ് സ്വകാര്യ ഭൂമികളിലൂടെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും ജനങ്ങളാണ് കയ്യേറ്റക്കാർ എന്ന തരത്തിലുമാണ് MLA പ്രതികരിച്ചതെന്ന് ആരോപിച്ചാണ് കർഷക സംഘം രംഗത്തെത്തിയത്. സത്യത്തിൽ എന്താ ഉള്ളത്? അവിടെ ഒരു കൃഷിക്കാരന്റെയും 1 ഇഞ്ച് ഭൂമിയിൽ ഒരു ഫോറസ്റ്റുകാരനും കയറിയിട്ടില്ല. ഒരു കർഷകന്റെയും 1 ഇഞ്ച് ഭൂമിയിൽ 20-25 കൊല്ലം മുമ്പ് അവിടെയൊക്കെ കൃഷി പണ്ട് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ വനമായിട്ട് കിടക്കുക, ആരും അവിടെ ഇല്ല. അപ്പോൾ അവിടെ ചില തർക്കങ്ങളുണ്ട്. മന്ത്രി പോയി അവിടെ ടൂറിസം ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നതിന്റെ 2ാം പൊക്കം അവിടെ കാനഗിരിയില്ലേ ഫ്രഞ്ച് കുഴിച്ചു വെച്ചു ഫോറസ്റ്റുകാർ ഇല്ലേ? നിങ്ങൾ ശ്രദ്ധയിരുന്നില്ലേ? പാൽക്കുളമേട് ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ട് 2ാം പൊക്കം എന്താ ഉണ്ടായത്? പരിപാടികൾ അവസാനിപ്പിക്കേണ്ടി നിന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചുമ്മാ വെറുതെ ഇപ്പോൾ അനാവശ്യമായിട്ട് കുഴപ്പമുണ്ടാക്കുക. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ച് ഒരു കൃഷിക്കാരന്റെയും 1 ഇഞ്ച് സ്ഥലത്ത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കാട്ടാനെ ആക്രമിച്ച വീടുകൾ ആൾതാമസമില്ലാത്ത വീടുകളാണെന്ന MLAയുടെ പരാമർശവും യാഥാർത്ഥ്യ വിരുദ്ധമാണെന്ന് റോമിയോ സെബാസ്റ്റ്യൻ ആരോപിച്ചു. പാൽക്കുളമേട്, വെൺമണി ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകർ സ്വന്തം കൃഷിയിടത്തിലെ മരം മുറിക്കണമെങ്കിൽ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകേണ്ട ഗതികേടിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പാൽക്കുളമേട്ടിൽ വനം വകുപ്പ് നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി മുഴുവൻ റവന്യൂ ഭൂമിയാണെന്നും ഈ കാര്യം MLAക്ക് അറിയാമോ എന്നും റോമിയോ സെബാസ്റ്റ്യൻ ചോദിച്ചു. ഇവിടെ പാൽക്കുളമേട് മുതൽ വരിക്കമുത്തൻ, വെൺമണി വരെയുള്ള പ്രദേശത്തെ വനാതിർത്തിയിൽ ആളുകൾ അവരുടെ കൃഷിഭൂമിയിലുള്ള മരങ്ങൾ മുറിച്ചാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുക്കണം. അവർ ഭീഷണിപ്പെടുത്തുകയാണ്, കള്ള കേസെടുക്കുകയാണ്. JCB എന്ന് പിടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. എപ്പോൾ പിടിച്ചാൽ അവരെടുത്തിരിക്കുന്ന കേസ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. കഞ്ഞിക്കുഴി വില്ലേജ് പൂർണ്ണമായും റിസർവ് ഫോറസ്റ്റ് ആണെന്നുള്ള വാദഗതി ഉയർത്തിക്കൊണ്ട് കൃഷിക്കാരുടെ മേൽ 100 കണക്കിന് കേസുകൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ. പാൽക്കുളമേടിന്റെ ഇപ്പൊ ഫോറസ്റ്റുകാർ കൈവശം വെച്ചിരിക്കുന്ന മേഖലയെല്ലാം വനഭൂമി തന്നെയാണോ? MLAക്ക് അക്കാര്യം തിട്ടമുണ്ടോ? ഇതിനാൽ തന്നെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രസ്താവന MLA റോയ് കെ പൗലോസ് പിൻവലിച്ച് പൊതുജനങ്ങളോടും കർഷകരോടും മാപ്പ് പറയണമെന്നും കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. MLAയുടെ പ്രസ്താവന ഉണ്ടായതിനു പിന്നാലെ കഞ്ഞിക്കുഴിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. സിറ്റിവിഷൻ ഇടുക്കി. രാമക്കൽമേട് ആമപ്പാറയിൽ 16 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ വൈദ്യുത പദ്ധതി പൂർണ്ണമായും പ്രവർത്തനരഹിതമായതായി പരാതി. അശാസ്ത്രീയമായ നിർമ്മാണവും പരിപാലനത്തിലെ വീഴ്ചകളും പദ്ധതിയുടെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചതായാണ് ആരോപണം. കുറ്റിച്ചെടികളും മരങ്ങളും വളർന്ന പാനലുകൾ ഭൂരിഭാഗവും നശിച്ചു. വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സേനാപതി വേണു MLA പറഞ്ഞു. 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് 2019 ആമപ്പാറ സോളാർ പദ്ധതി ആരംഭിച്ചത്. 2021 പദ്ധതി കമ്മീഷൻ ചെയ്തെങ്കിലും ഇതുവരെ 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭ്യമായ വിവരം. 16 കോടി രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച സോളാർ പാനലുകൾ നിലവിൽ പൂർണ്ണമായി നശിച്ച നിലയിലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്താതെയാണ് പാനലുകൾ സ്ഥാപിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിന്റെ ഫലമായി പാനലുകൾക്കടിയിലൂടെ വൻ മരങ്ങളും കുറ്റിച്ചെടികളും വളർന്ന പാനലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പലതും തകരുകയും ചെയ്തതായി പറയുന്നു. പദ്ധതി ലക്ഷ്യം കൈവരിക്കാതെ പൊതുപണം പാഴായെന്ന വിമർശനവും ശക്തമാണ്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.
ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച മുഴുവൻ പാനലുകൾക്ക് മുകളിലും ചെടികളും മരങ്ങളും വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. 16 കോടി രൂപ വെള്ളത്തിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ അടിയന്തരമായി ഏതായാലും ഈ കാര്യം ഞാൻ വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. 2019 ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഇപ്പോൾ 2026 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അത് പടിപടിയായി ഉയർത്തി നമ്മുടെ ഈ മേഖലയ്ക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദനം നടത്തും എന്നുള്ളതായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ലക്ഷ്യവും അന്നത്തെ പ്രഖ്യാപനവും ഒക്കെ. പക്ഷേ ഏതായാലും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലാത്ത സ്ഥിതിയിൽ ഇത്രയും കോടി രൂപ മുടക്കിയ ഈ സൗരോർജ്ജ പദ്ധതി അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് എന്നുള്ള ഒരു അത്യന്തം നിർഭാഗ്യകരമായ കാര്യം. കാരണം പദ്ധതിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ്. പൊതുപണം ചെലവഴിച്ച പദ്ധതി എങ്ങനെ പ്രവർത്തനരഹിതമായി എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്കയുയർത്തുന്നു. കാഞ്ചിയാറിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഈ വർഷം 277 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇടുക്കി ജില്ലയിൽ അതിഥി തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിലാണ് മലേറിയ പടർന്നു പിടിക്കുന്നത്. ഈ വർഷം ഇതുവരെ 277 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ ചികിത്സ തേടാതെ ആശുപത്രിയിൽ നിന്ന് പോയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. മരിച്ച യുവതിക്ക് മലേറിയ ബാധിച്ചിരുന്നോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇന്നലെ കാഞ്ചാർ മേപ്പാർ ഭാഗത്ത് ഒരു ആള് സുഖമില്ലാതെ അയാളെ കട്ടപ്പന താലൂക്ക് ആശുപത്രി എത്തുകയും അവിടുന്ന് ഇന്നലെ രാത്രി റെഫർ ചെയ്ത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയാൾ റെഫർ ചെയ്യുകയാണുണ്ടായത്. ഒരു അതിഥി തൊഴിലാളിയാണ് അദ്ദേഹം. ജാർഖണ്ഡിൽ നിന്ന് വന്ന ഒരാളാണ്. അയാളെ ഇന്നലെ മെഡിക്കൽ കോളേജ് ടെസ്റ്റ് ചെയ്ത പ്രകാരം മലേറിയ സ്ഥിരീകരിച്ചു. ആ മലേറിയയുടെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് ഞങ്ങളും അതുപോലെ DVC യൂണിറ്റ്, കട്ടപ്പന DVC യൂണിറ്റ് സംയുക്തമായിട്ട് പ്രതിരോധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിലും ഫീവർ സർവേ നടത്തി, പനി സർവേ നടത്തി, ഉറവിടാശീകരണ സോഷ്യലൈസേഷൻ നടത്തി, അതുപോലെ IRS ഇൻസെക്ടിസൈഡൽ റെസിഡ്യൂ സ്പ്രേ വീടിനകത്ത് കൊതുക് വന്ന് മറ്റ് പകരാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ലക്ഷ്യത്തോടെ IRS നടത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ പണിക്കെത്തുന്ന തൊഴിലാളികളുടെ കൃത്യമായ വിവരം ആരോഗ്യവകുപ്പിന്റെ പക്കലില്ല. ഇതുമൂലം രോഗപരിശോധനയ്ക്കോ ചികിത്സ നൽകുന്നതിനോ പലപ്പോഴും കഴിയാറുമില്ല. മലേറിയയ്ക്ക് പുറമെ മന്ത് പോലുള്ള രോഗങ്ങളും അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുമ്പോൾ തന്നെ രോഗപരിശോധന കർശനമാക്കിയില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സിറ്റി വിഷൻ, കട്ടപ്പന. അടിമാലി കാംകോ കോയിക്കക്കുടി റോഡിലെ മെറ്റൽ കൂന സുഗമമായ ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്കും വിലങ്ങുതടിയായി മാറുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡിൽ 6 മാസങ്ങൾക്ക് മുൻപാണ് ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റലും അനുബന്ധ സാമഗ്രികളും ഇറക്കിയിട്ടത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചതോടെ ഇവിടെ നിന്ന് ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ദിനംപ്രതി നിരവധി വാഹനങ്ങളും സ്കൂൾ കുട്ടികളും അടക്കം യാത്ര ചെയ്യുന്ന റോഡാണ് അടിമാലി കാംകോ കോയിക്കക്കുടി റോഡ്. റോഡിന്റെ ഒരു ഭാഗത്ത് മെറ്റലും പാറപ്പൊടിയും പ്രദേശത്തുകൂടി കടന്നുപോകുന്ന ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അടിമാലി പഞ്ചായത്ത് അധികൃതരും ഇക്കാര്യത്തിൽ അലംഭാവത്തിലായതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും ദുരിതമായി മാറുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡിൽ 6 മാസങ്ങൾക്ക് മുൻപാണ് ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റലും അനുബന്ധ സാമഗ്രികളും ഇറക്കിയിട്ടത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചതോടെ ഇവിടെ നിന്ന് ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. വളരെയധികം വിദ്യാർത്ഥികളും നാട്ടുകാരും നടന്നു പോകുന്ന ഒരു വഴിയായതുകൊണ്ട് അത് സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അത് മാറ്റിത്തരുന്നതിന് വേണ്ടി നടപടിക്കായി വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇതുവഴിയുള്ള സുഗമമായ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മെറ്റൽ കൂന മൂടിക്കിടന്നിരുന്ന മുൾപടർപ്പ് തൊഴിലാളികൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇതിനിടെ മെറ്റൽ കൂനയ്ക്ക് എതിർവശത്തായി വൈദ്യുത ബോർഡ് അധികൃതർ കോൺക്രീറ്റ് വൈദ്യുത തൂണുകൾ സ്റ്റോക്ക് ചെയ്തതോടെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന റോഡിൽ ഇറക്കിയിരിക്കുന്ന മെറ്റൽ കൂനകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് ചെല്ലാർകോവിൽ അരുവിക്കുഴിയിൽ പുതിയ വൈദ്യുതി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. വർഷങ്ങളായി വോൾട്ടേജ് ക്ഷാമം മൂലം ദുരിതമനുഭവിച്ചിരുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം പീരിമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് നിർവഹിച്ചു. ചെല്ലാർകോവിൽ അരുവിക്കുഴി മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യത്തിനാണ് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിലൂടെ പരിഹാരമായിരിക്കുന്നത്. കുറഞ്ഞ വോൾട്ടേജിനെ തുടർന്ന് ഗാർഹിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും
കൃഷി, വ്യാപാര മേഖലകൾ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പ്രതിസന്ധി നേരിടുകയും ചെയ്തിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റതിനു പിന്നാലെ വാർഡംഗം ഷീബ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരന്തര ഇടപെടലുകളും വൈദ്യുതി വകുപ്പുമായി നടത്തിയ ഏകോപന ശ്രമങ്ങളുമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ വഴിയൊരുക്കിയത്. ആവശ്യമായ നടപടിക്രമങ്ങളും സാങ്കേതിക തടസ്സങ്ങളും മറികടന്ന് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതോടെ മേഖലയിലെ വൈദ്യുതി വിതരണവും വോൾട്ടേജ് പ്രശ്നവും ഗണ്യമായി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പുതിയ ട്രാൻസ്ഫോമറിന്റെ സ്വിച്ച് ഓൺ കർമ്മം പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് നിർവഹിച്ചു. എറണാകുളത്ത് വെച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് ഈ ഇടുക്കി എറണാകുളം ജില്ലയിലെ MLA-മാരെയും അതുപോലെ തന്നെ KSEB-യിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചക്കവള്ളം കുമളി പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അവിടെ ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, കുമളിയിലെ ഒരു സബ്സ്റ്റേഷനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുന്നതിന് അതോടെ സബ്സ്റ്റേഷൻ ആരംഭിച്ചു. പക്ഷെ അതിന് ആവശ്യമായ സ്ഥലം ലഭ്യമല്ലാത്തതുകൊണ്ട് വാർഡംഗം ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി, വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയ്ക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ്, ചക്കുപള്ളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അജീഷ് കീവാറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയൻ കുഴിക്കാട്ട്, ജയ്മോൾ സാബു എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ട്രാൻസ്ഫോമർ പ്രവർത്തനക്ഷമമായതോടെ മേഖലയിലെ വൈദ്യുതി വിതരണത്തിന്റെ വിശ്വാസ്യത വർദ്ധിക്കുമെന്നും ജനങ്ങളുടെ ദീർഘകാല വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും അധികൃതരും വ്യക്തമാക്കി. സിറ്റി വിഷൻ, കുമളി. അണക്കര ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചായത്ത്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഗതാഗത പരിഷ്കരണത്തിനായുള്ള വിവിധ നിർദ്ദേശങ്ങൾ ചർച്ചയായി. വാഹനങ്ങളുടെ അനിയന്ത്രിതമായ വർധനയും മതിയായ പാർക്കിംഗ് സൗകര്യങ്ങളുടെ അഭാവവും അണക്കര ടൗണിലെ ഗതാഗതം ദിനംപ്രതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. മൂന്നാർ കുമളി സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കും ടൗണിലെ തിരക്ക് ഇരട്ടിയാക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം ഹോമിയോ ആശുപത്രിയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് ചേരുന്ന ഇടുങ്ങിയ റോഡിൽ ഗുഡ്സ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗത തടസ്സം രൂക്ഷമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ബദൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനും ഗതാഗത ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ ചർച്ച ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടൗണിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാൻ വിവിധ വകുപ്പുകളുടെ ഏകോപിത ഇടപെടൽ ഉറപ്പാക്കുവാനും തീരുമാനമായി. നമ്മുടെ ടൗണിൽ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. കാരണം നിലവിലുള്ള വണ്ടികളുടെ എണ്ണം കൂടിയതിനാലും പാർക്കിംഗ് സൗകര്യം വളരെ കുറവായതിനാലും നിലവിലുള്ള ഗുഡ്സ് വെഹിക്കിൾ പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നമ്മളിപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്, നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ സൈഡിലേക്ക് PWയുടെ അനുവാദത്തോടെ അവർ പറയുന്ന സ്ഥലത്ത് ഇവർക്ക് ഗുഡ്സ് വെഹിക്കിളിന് ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ഒരു തീരുമാനം പൊതുവെ എല്ലാ പ്രതിനിധികളുടെയും ഒരു തീരുമാനമായിട്ട് അത് എടുത്തിരിക്കുന്നത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടറുമാണ്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാബു കോട്ടയ്ക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയൻ കുഴിക്കാട്ട്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. മറ്റു വാർത്തകളുമായി എത്താം ഇടവേളയ്ക്ക് ശേഷം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, nursing services, patient observation unit, palliative caring,
ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ താൽക്കാലിക ജീവനക്കാർ നടത്തിയത് 1 കോടിയോളം രൂപയുടെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഇതേ തുടർന്ന് 2 കരാർ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കട്ടപ്പനയിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആഭ്യന്തര ഓഡിറ്റിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് BRC പ്രോഗ്രാം കോർഡിനേറ്ററുടെ പരാതിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന അശോക് വി ജോസഫ്, MIC കോർഡിനേറ്റർ അഞ്ജലി ദാസ് എന്നിവരെ പുറത്താക്കുകയും തുക തിരിച്ചടപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 1 കോടിയോളം രൂപ ക്രമക്കേട് കണ്ടെത്തിയത്. 2022 ഏപ്രിൽ 1 മുതൽ ഈ വർഷം ജൂൺ 30 വരെയുള്ള കാലയളവിൽ BRCയിലേക്ക് വന്ന 1 കോടിയോളം രൂപ 20 വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നതാണ് പരാതി. ഇപ്പോൾ പോലീസ് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഇത് കേവലം 2 കരാർ ജീവനക്കാർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതരാരൊക്കെ ഉണ്ടോ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ വിജിലൻസിനും INTUC മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ BRCയിലെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള അധ്യാപകരുമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതി. വിശദമായ ഓഡിറ്റിംഗിലാണ് 1 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 4 വർഷത്തിനിടയിലാണ് ഇത്രയും തുക 2 താൽക്കാലിക ജീവനക്കാർ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കുവാൻ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ അധികൃതർ തയ്യാറായിട്ടില്ല. സിറ്റി വിഷൻ, കട്ടപ്പന. കഞ്ചാവുമായി യുവാവ് കുമളി പോലീസിന്റെ പിടിയിൽ. കോട്ടയം കുട്ടിക്കൽ ഇളങ്കാട് സ്വദേശി കൊല്ലംപറമ്പിൽ മുഹമ്മദ് ഷഫീഖിനെയാണ് കുമളി പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് ലഹരിമരുന്ന് ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് കുമളി പോലീസ് തേക്കടിക്കവല ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് 2 കവർ OCB പേപ്പർ കവറും അതിനോടൊപ്പം 2.17 ഗ്രാം കഞ്ചാവുമായി പ്രതിപിടിയിലായത്. കുമളി പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ അജു ശശി, തൂഫാൻ സ്പെഷ്യൽ ഉദ്യോഗസ്ഥനായ മാരിയപ്പൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഉടുമ്പന്നൂർ കൊലപാതക കേസിൽ പ്രതിക്ക് 6 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. ഇടുക്കി മണിയാറൻകുടി പള്ളിസിറ്റി വടക്കേടത്തെ വീട്ടിൽ ജോസഫിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജില്ലാ സെഷൻസ് കോടതി 6 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു.
2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. 2014 നവംബർ 26 ഉടുമ്പന്നൂർ ഐശ്വര്യ ഹോട്ടലിലെത്തിയ ജോസഫ് ഹോട്ടലിലെ ജോലിക്കാരനായ രാജപ്പനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഹോട്ടലിൽ അതിക്രമിച്ചു കയറി രാജപ്പനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന NN പ്രസാദാണ് അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് നൽകിയത്. പ്രോസിക്യൂഷന് വേണ്ടി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് SS സനീഷ് കോടതിയിൽ ഹാജരായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ. വാഗമൺ കല്ലേമൊട്ട മണികണ്ഠ ഭവൻ ഈശ്വരനെയാണ് ഇടുക്കി അതിവേഗ പോക്സോ കോടതി ജഡ്ജ് നോബൽ DS ശിക്ഷിച്ചത്. 2025 കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ വീട്ടിൽ വെച്ച് പ്രതി കുട്ടിയോട് വെള്ളം ചോദിക്കുകയും വെള്ളം നൽകാനെത്തിയ കുട്ടിയെ കയറി പിടിക്കുകയുമായിരുന്നു. പിഴ ഒടുക്കുന്ന പക്ഷം ആയത് കുട്ടിക്ക് നൽകണമെന്നും അല്ലാത്ത പക്ഷം 3 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു. കൂടാതെ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോടും കോടതി ശുപാർശ ചെയ്തു. വാഗമൺ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ക്ലീറ്റസ് K. ജോസഫ് അന്തിമ റിപ്പോർട്ട് നൽകിയ കേസിൽ വാഗമൺ സെഷൻ സിവിൽ പോലീസ് ഓഫീസർ മഹേന്ദ്രൻ K. പ്രോസിക്യൂഷൻ നടപടികളെ സഹായിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്ന പ്രസ്താവനകൾ വായിക്കാൻ വേണ്ടി മാത്രം ഇടുക്കിക്ക് ഒരു MLA ആവശ്യമില്ല എന്ന് കേരള കർഷക സംഘം. രാമക്കൽമേട് ആമപ്പാറയിൽ 16 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ വൈദ്യുത പദ്ധതി പൂർണ്ണമായും പ്രവർത്തനരഹിതമായി മാറിയതായി പരാതി. ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്കയുയർത്തുന്നു. അടിമാലി കാംകോ കോയിക്കക്കുടി റോഡിലെ മെറ്റൽ കൂന സുഗമമായ ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും വിലങ്ങുതടിയായി മാറുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.